ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 6, ശ്ലോക 1. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദ ഊർധ്വദേശം അപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഏവം ഇപ്രകാരം ചതുർദശ, അതായത് 14 ദശകൾ, ജഗന്മയതാം അതായത് ലോകങ്ങൾ, ഗതസ്യ രൂപം കൊണ്ടിരിക്കുന്ന, പാതാളം പാതാളലോകം, ഈശ ഈശ്വര, തവ ഭഗവാന്റെ, പാദതലം ഉള്ളങ്കാൽ, വദന്തി പറയുന്നു, പാദ തൃക്കാൽ, ഊർധ്വ പുറവടി, ദേശം സ്ഥലം, അപി ഇപ്പോൾ, ദേവ ഭഗവാന്റെ, രസാതലം രസാതല ലോകം, തേ ഭഗവാന്റെ, ഗുൽഫദ്വയം ദ്വയം എന്നാൽ 2, ഗുൽഫദ്വയം എന്നാൽ 2 നിര്യാണികൾ, ഖലു പറയുന്നു, മഹാതലം മഹാതല ലോകം, അദ്ഭുതാത്മൻ അദ്ഭുത രൂപം കൊണ്ടുള്ള ആരാണോ ആ ഒരു ശക്തി. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഭഗവാന്റെ വിരാൽ സ്വരൂപ വർണ്ണനമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഭഗവാന്റെ 14 ലോകങ്ങളെ രൂപം കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ശരീരത്തെ, എങ്ങനെയാണ് ഒരു പ്രപഞ്ചത്തെ തൻ്റെ ശരീരത്തിൽ ഓരോ അവയവമായി ഭഗവാൻ കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതായത് ഭഗവാൻ തൻ്റെ പാതാള ലോകത്തെ ഉള്ളങ്കാലിലും തൃക്കാൽ പുറവടി സ്ഥലവും, ഭഗവാന്റെ രസാതലം 2 നിര്യാണികളും, മഹാതലം ആ ഒരു കാലിൻ്റെ പുറംകാലും എന്ന് ഇവിടെ വർണ്ണിക്കപ്പെടുന്നു. എപ്പോൾ ഭഗവാന്റെ ഓരോ ശരീരവും ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗമായി എങ്ങനെയാണ് പരന്ന് കിടക്കുന്നു, ഏതൊരു സമയത്തും ഏതൊരു തരത്തിലും ഏതൊരു ആവശ്യം നമുക്ക് ഒരു ഭക്തന് നേടുമ്പോൾ വേണ്ടിയിരിക്കുമ്പോൾ ഭഗവാൻ അവിടെ എങ്ങനെയാണ് എത്തുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.